എൻ ശ്രീകുമാർ, ശരിയാണ്, പാർട്ടി ഒരു മാതൃകാപരമായ തീരുമാനമെടുത്തു. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും ലൈംഗികാരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കി. CLP യിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. ഈ നിയമസഭാ സമ്മേളനത്തിൽ പാർട്ടിക്ക് അദ്ദേഹവുമായി ഔദ്യോഗിക ബന്ധമൊന്നുമില്ല, ശരിയാണ്, അവിടം വരെയും ശരിയാണ്. എന്നാൽ അതിനുശേഷം UDF കൺവീനറായ അടൂർ പ്രകാശ് വന്ന് ആ ശബ്ദമൊക്കെ AI വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന കാലത്താണ് എന്ന തരത്തിലുള്ള ഒരു ആനുകൂല്യം കൊടുക്കുന്നത് എന്തിനാണ്? ഈ നിമിഷം വരെ റിപ്പോർട്ടർ ചാനൽ അടക്കം പുറത്തുവിട്ട ആ ശബ്ദരേഖയെക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരഭിപ്രായമില്ലല്ലോ, പാർട്ടിക്ക് എതിരഭിപ്രായമില്ലല്ലോ, ഈ പറയുന്ന അടൂർ പ്രകാശിനെ ഒഴിച്ചു നിർത്തിയാൽ. എന്നിട്ടും ശക്തമായ തീരുമാനമെടുത്ത പ്രതിപക്ഷ നേതാവ് ഈ VD സതീശനെ 25ഓളം പെയ്ഡ് ഫേക്ക് ആയിരിക്കുന്ന ഐഡികളിൽ നിന്ന് തെറി പറഞ്ഞുകൊണ്ട് അതിക്രൂരമാം വിധം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പല യൂട്യൂബ് ചാനലുകളും അയാൾക്ക് ഇരട്ടപ്പേര് കൊടുത്തുകൊണ്ട്, പ്രതിപക്ഷ നേതാവിന് ഇരട്ടപ്പേര് കൊടുത്തുകൊണ്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നു. അതിനൊക്കെ പിന്നിൽ കോൺഗ്രസിൻ്റെ നേതാക്കളുണ്ട് എന്നുള്ളതാണ് അണിയറ സംസാരം. അതിൽ പല നേതാക്കളും യുവ നേതാക്കളുടെ അടക്കം സ്വാധീനമുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ വലിയ അമർഷവും വിമർശനവും ഒക്കെ പ്രതിപക്ഷ നേതാവിനുണ്ട്. പ്രതിപക്ഷ നേതാവ് തന്നെ ഇന്നലെ പറയുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ പറയുന്ന കാര്യത്തിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല, പക്ഷേ ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ രണ്ടു തട്ടായി നിൽക്കുകയാണെന്നൊരു പ്രതീതി ജനിപ്പിക്കുന്നുണ്ടോ? ഇവിടെ എന്തുകൊണ്ടാണ് ആർജവത്തോടുകൂടി പറയാൻ പറ്റുന്നത്? അടഞ്ഞ അധ്യായമാണ് ഇത്, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. പക്ഷേ ആ ഉറപ്പൊന്നും KPCC അധ്യക്ഷനോ അടൂർ പ്രകാശിനോ കാണുന്നില്ല. അതാണ് സംശയം. നോക്കൂ ഡോക്ടർ അരുൺകുമാർ, നിങ്ങളുടെ ഈ വീക്ഷണം തികച്ചും തെറ്റാണ്. കാരണം KPCC പ്രസിഡന്റ് ഇന്ന് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഞാനത് ആവർത്തിക്കുന്നില്ല. അടൂർ പ്രകാശ് അല്ല ഏത് കോൺഗ്രസ് നേതാവാണെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങൾ പരസ്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും പാർലമെൻ്ററി പാർട്ടി ലീഡറും KPCC പ്രസിഡന്റും ഒരു തീരുമാനമെടുത്താൽ അതാണ് നടപ്പാവുക. അത് നടപ്പാകുമെന്നുള്ളത് നമ്മൾ എന്തായാലും ഒരാഴ്ചയിൽ 3-4 ദിവസമല്ലോ നമുക്ക് കാത്തിരിക്കാം. പിന്നെ സൈബർ ഇടങ്ങളിലെ സോഷ്യൽ മീഡിയ കാലത്ത് ഇതൊക്കെ സംഭവിക്കുക, അതൊക്കെ അങ്ങനെ തള്ളിക്കളയാനേ നിവൃത്തിയുള്ളൂ. അത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പിന്നെ നമ്മുടെ അഡ്വക്കേറ്റ് അരുൺകുമാർ ഇവിടെ ഒരു നല്ലൊരു പ്രസംഗം നടത്തി. എനിക്ക് തോന്നുന്നു ഈ ബ്രാഞ്ച് യോഗങ്ങളിൽ ഇപ്പോൾ ഇങ്ങനത്തെ പ്രസംഗം കേൾക്കാൻ ആൾക്ക് താല്പര്യമില്ല. മുഖ്യമന്ത്രി പാലക്കാട് നടത്തിയ കോൺക്ലേവിൽ ആളില്ലാത്തത് മുഖ്യമന്ത്രി തന്നെ പരിഭവിച്ചു. അപ്പോൾ ഇതൊക്കെ ഈ ചാനൽ ചർച്ച വന്നെങ്കിലും പറഞ്ഞ് ആ ബ്രാഞ്ചിലുള്ളവർ കേൾക്കട്ടെ എന്ന് ധരിച്ചായിരിക്കാം അദ്ദേഹം ഈ പഴയ കഥകളൊക്കെ പറഞ്ഞത്. K. കരുണാകരനെ കുറിച്ചൊക്കെ ഒരാൾ പറഞ്ഞതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുമ്പോൾ പിരിപ്പങ്കോട് മുരളി എഴുതിയ പുസ്തകം നമ്മുടെ മുമ്പിലുണ്ട്. VS അച്യുതാനന്ദൻ, അദ്ദേഹം മരിച്ചുപോയി, ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് യുവ നേതാവ് പറഞ്ഞത്. അതൊന്നും നമ്മളിപ്പോൾ ചർച്ചയാക്കുന്നില്ല, നമ്മളത് ചർച്ചയാക്കുന്നില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒന്ന് പ്ലീസ്, നിങ്ങളുടെ അഭിഭാഷകനല്ലേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ്, ഞാനൊന്ന് പറയട്ടെ, എന്നിട്ട് നിങ്ങൾ തർക്കിച്ചോളൂ. ഇടപെടല്ലേ, പൊള്ളുമ്പോഴിടപെടുന്നറിയാം, പൊള്ളല്ലേ, അങ്ങോട്ട് തൂയിക്കുകയാണ്. അപ്പോൾ അത് പിന്നെ ഇവരെന്താ ആദ്യം പറഞ്ഞത്? ഡോക്ടർ അരുൺകുമാർ ആദ്യം എന്താ പറഞ്ഞത്? രാജിവെക്കണം എന്നല്ലേ പറഞ്ഞത്? MLA സ്ഥാനം രാജിവെക്കണം എന്നല്ലേ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ? അപ്പോൾ രാജിവെക്കണം എന്ന് പറഞ്ഞവർ ഇപ്പം എന്താ പറയുന്നത്? യോഗ്യതയുണ്ട്, വേണമെങ്കിൽ സഭയിൽ വന്നോളാൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ആദ്യം പറഞ്ഞ് രാജിവെക്കണമെന്ന്, ഇപ്പം രാജി പറയുന്നില്ല, അദ്ദേഹത്തിന് വരാനുള്ള യോഗ്യതയുണ്ടെന്ന്. എന്തു പാർട്ടിയാണ് അത്? എന്ത് നയമാണ് അത്? അതൊന്നാമത് കാര്യം. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊക്കെ ഈ പോലീസിൻ്റെ DYFIക്കാരൻ്റെ കരണക്കുറ്റിക്ക് അടിച്ചതും CPM നേതാവിനെ മർദ്ദിച്ചതൊക്കെ അവർക്ക് പ്രശ്നമില്ല. ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലിയ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്നുള്ള പഴയ മുദ്രാവാക്യം ഇപ്പോഴും ഇവിടെ ഉണ്ടെന്ന് ഇപ്പോൾ വ്യക്തമായി, നമുക്ക് ബോധ്യപ്പെട്ടു. പക്ഷേ വീട്ടുകാർക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. DYFI പ്രവർത്തകൻ്റെ വീട്ടുകാരുടെ നൊമ്പരം നമ്മൾ മനസ്സിലാക്കണം. കോൺഗ്രസ് അതാണ് നോക്കുന്നത്. ഞങ്ങളുടെ പോലീസെന്ന് കോൺഗ്രസ് ഒരിക്കലും പറയാറില്ല. പോലീസിനെ പോലീസായിട്ട് വളർത്തണം. 108 പേരെ പിരിച്ചുവിട്ടതിലല്ല കാര്യം, അവരെ നിലയ്ക്ക് നിർത്തണം. പിരിച്ചുവിട്ട് കൈയിടലല്ല, അവരെ നിലയ്ക്ക് നിർത്താൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? ആഭ്യന്തരമന്ത്രി കരുത്തനാവണം. കരുത്തില്ലാത്ത ആഭ്യന്തരമന്ത്രിയാകുമ്പോൾ ആളെ പറഞ്ഞു വിട്ടിട്ട് തടി രക്ഷപ്പെടുത്തും. അപ്പോൾ അതാണ് അവിടുത്തെ കാര്യം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അയ്യപ്പ സംഗമോ ന്യൂനപക്ഷ സംഗമമൊക്കെ നടത്തുന്നതാണ് പറയുന്നത്. നടത്തണം. കാരണം കോൺക്ലേവിൽ ആളില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് അയ്യപ്പ സംഗമത്തിനെങ്കിലും ആളെ എത്തിക്കാൻ പറ്റുമല്ലോ. വിശ്വാസികളുടെ സംഗമമാണല്ലോ, നടത്തട്ടെ. ഈ സംഗമം നടത്തുന്നത് തന്നെയാണ്, നടക്കുകയോ നടക്കാതിരിക്കുകയോ എന്ത് വേണേ ആയിക്കോട്ടെ എന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. ആരും ഇതിരില്ല. ഇനിയിപ്പോൾ ന്യൂനപക്ഷ സംഗമം വരുന്നു. ഇന്ന് തന്നെ പാമ്പ്ളാനി പിതാവ് പറഞ്ഞിട്ടുണ്ട് അത് തട്ടിപ്പാണെന്ന്. അപ്പോൾ അതുകൊണ്ട് ന്യൂനപക്ഷ സംഗമവും നടത്തണം, അയ്യപ്പ സംഗമവും നടത്തണം, വിശ്വാസ സംഗമവും നടത്തണം, തീർത്ഥാടന സംഗമവും നടത്തണം. ഇനിയിപ്പോൾ അടുത്ത വിഷു വരുമ്പോൾ വിഷു സംഗമം എല്ലാം നടത്തണം. തെരഞ്ഞെടുപ്പിന് നമുക്ക് ഒന്നും വിട്ടുകളയരുത്. അതുപോലെ പൂജാ ഹോളിഡേയ്സ്, അതും ആയുധ പൂജയും മഹാനവമിയൊക്കെ നമുക്ക് ആഘോഷിക്കണം. അതൊക്കെ നല്ല കാര്യം. അങ്ങനെ തിരിച്ചു വാ, അങ്ങനെ ജനങ്ങളിലേക്ക് നിങ്ങൾ തിരിച്ചു വാ, നല്ല കാര്യമാണ്. പക്ഷേ അതുകൊണ്ടൊന്നും ഇവിടുത്തെ വിഷയം തീരുന്നില്ല. ഇവിടുത്തെ വിഷയം എന്താ? ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള പോലീസ് ഇന്നടക്കം ഡോക്ടർ അരുൺകുമാർ അറിഞ്ഞു കാണുമല്ലോ, നിങ്ങൾ കാണിച്ചല്ലോ. വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെ വിദ്യാർത്ഥി സംഘടനയുമായി ബന്ധപ്പെട്ട മറ്റേ സംഘർഷമോ എന്തോ ഉണ്ടാക്കിയപ്പോൾ അവരെ കറുത്ത മുഖംമൂടി അണിയിച്ച് കൈവേലം കിട്ട് കോടതി കൊണ്ടുവന്നു.
ആ കോടതിയിലെ ന്യായാധിപൻ ബന്ധപ്പെട്ട CIക്ക് ഷോക്കോസ് നോട്ടീസ് കൊടുത്തു എന്നാണ് വാർത്ത. ഈ CI ആണ് കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിക്കുമ്പോൾ അവിടെ HSO മറ്റേ സ്റ്റേഷൻ ഓഫീസറായിരുന്ന ഈ CI ആണെന്ന് കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട്. എനിക്കറിയില്ലത്. അപ്പോൾ അത് ഇന്നത്തെ കഥയെ ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഇതൊന്നും ഇവർക്കൊരു പ്രശ്നമല്ല. വിദ്യാർത്ഥി നേതാക്കളെ എന്തിനാ കറുത്ത മുഖം മൂടി അണിയിക്കുന്നത്? അതാണോ ഈ കറുപ്പെന്നുള്ളത്? എന്തിനാ ഇപ്പോഴും പോയിട്ടില്ലേ? കറുപ്പ് ഭയപ്പെടുത്തുന്ന തുണിയല്ലേ? ആ ഭയപ്പെടുത്തുന്ന തുണി ഒരു KSUക്കാരൻ്റെ മുഖത്തിട്ട് ആ പോലീസ് ആ ചിത്രം കാണിച്ചാൽ കറുപ്പിനെ ഭയക്കുന്നവർ ആ ചിത്രം കണ്ട് ഭയക്കില്ലേ? അതൊക്കെ എന്താ മനസ്സിലാക്കുന്നത്? ഒരുപാട് വിഷയങ്ങൾ ശുദ്ധ തെമ്മാടിത്തമാണെന്ന് തന്നെ പറയണം. അതും KSU ഭാരവാഹികളായ KSUവിലെ ചെറുപ്പക്കാർ വിദ്യാർത്ഥികളുടെ മുഖത്ത് അവരെ കൈവിലങ്ങണിയിച്ച് ഒരു സംഘർഷത്തിന്റെ ഭാഗമായിട്ട് അവർ തെരുവുഗുണ്ടകളോ കാപ്പ കേസിലെ പ്രതിയോ ഏതെങ്കിലും കൊലപാതക ബലാത്സംഗ കേസിലെ കൊട്ടേഷൻ പ്രതികളോ അല്ല. അവർ KSUവിൻ്റെ ഭാരവാഹികളായ KSUവിൻ്റെ പ്രവർത്തകരെ ഈ തലയിൽ കറുത്ത തുണിയിട്ട് മൂടി കയ്യിൽ കൈവിലങ്ങണിയിച്ച് കൊണ്ടുവന്നിരിക്കുക. ഇവിടെയാണ് അഡ്വക്കേറ്റ് KS അരുൺകുമാർ ഈ പോലീസിനോടുള്ള ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാവുന്നത്. ബാക്കി നിങ്ങൾ സിവിൽ സപ്ലൈസിന്റെ കാര്യം പറഞ്ഞു, ശരിയാണ്, ഈ ഓണം നന്നായി ആഘോഷിച്ചു. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ താരതമ്യേന മെച്ചപ്പെട്ട ഓണം നമുക്ക് കൊണ്ടുവന്നു. പക്ഷേ ഈ ചിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. സുജിത്തിനെ കുനിച്ചു നിർത്തി ഇടിക്കുന്നതും മുഖത്ത് കറുത്ത തുണി വെച്ച് കയ്യിൽ ഈ വിലങ്ങോടുകൂടി KSU പ്രവർത്തകരെ കൊണ്ടുവരുന്നതും എന്ത് പോലീസാണ് അഡ്വക്കേറ്റ് KS അരുൺകുമാർ? ഇതാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. പറഞ്ഞുവെന്ന് മാത്രം അരുൺകുമാറിന് പ്രതികരിക്കാൻ ഞാൻ അവസരം തരാം അടുത്ത ഘട്ടത്തിൽ. തുടരാവുന്നതാണ് ശ്രീകുമാർ. നോക്കൂ ഡോക്ടർ അരുൺകുമാർ, പിന്നെ അദ്ദേഹം പറഞ്ഞത് ഈ പൊതുച്ചോറിനെ കുറിച്ച് രമേശ് ചെന്നിത്തലടക്കം പ്രശംസിച്ചിട്ടില്ലേ? അതുവരെ രാഷ്ട്രീയ ആയുധമാക്കി കൊണ്ടുവരുന്നില്ലേ? പക്ഷേ ആ പൊതിച്ചോറ് കൊടുത്ത കൈകൾ കൊണ്ട് ആ പൊതിച്ചോറുമായി പോയത് കാലുകൾ നടന്നിട്ടാണല്ലോ പൊതിച്ചോറ് കൊണ്ട് കൊടുക്കുക. എവിടെയാ കഞ്ഞിക്കലം തട്ടിയിട്ടത്? എവിടെയാ? കണ്ണൂരൊരു LP സ്കൂളിലെ കുട്ടികൾക്ക് കഞ്ഞി വെച്ച് തട്ടിക്കളഞ്ഞോ? അന്ന് അവരാരാ തട്ടിക്കളഞ്ഞത്? അപ്പോൾ പൊതിച്ചോറ് കൊടുക്കുന്നവിടെ തന്നെ കഞ്ഞിക്കലം തട്ടിക്കളയുക. ഇതും നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണം. പിന്നെ ഇവിടെ നമ്മുടെ വിഷയം ഇപ്പോൾ എന്താ പ്രധാനപ്പെട്ട വിഷയം ഡോക്ടർ അരുൺകുമാർ പറഞ്ഞത് കോൺഗ്രസിൽ അംഗം വെട്ടണം എന്നുള്ളതാണ്. ഞാൻ ആദ്യമേ പറയണമെന്ന് വിചാരിച്ചതാണ്. അംഗം വെട്ടണമെങ്കിൽ എവിടെയെങ്കിലും ഒരു പരസ്യമായ ഭിന്നാഭിപ്രായം വരണം. എവിടെയാണ് ഭിന്നാഭിപ്രായം? സോഷ്യൽ മീഡിയയിലെ ചില ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നൊന്നും കാര്യമാക്കുന്നില്ല. കാരണം ഭൂരിപക്ഷം ജനങ്ങളും കാണുന്നത് പ്രായോഗിക തലത്തിലുള്ള കോൺഗ്രസിൻ്റെ UDFൻ്റെ നീക്കങ്ങളാണ്. ഇവിടെ UDFിൻ്റെ നേതാക്കളെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെ കുറിച്ച് ഒരുപാട് അഡ്വക്കേറ്റ് അരുൺകുമാർ പറഞ്ഞല്ലോ. ഇതൊക്കെ അപ്പുറത്തുള്ളതൊന്നും പറയാൻ പറ്റാഞ്ഞിട്ടൊന്നുമല്ല. CPI സമ്മേളനം എന്താ പറഞ്ഞത്? ഈ ആഭ്യന്തര വകുപ്പുകാരന് ഇനി തുടർഭരണം കിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? സത്യാവസ്ഥയല്ല അവർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വിഷയങ്ങളുണ്ട് പറയാൻ. നമ്മൾ പറയുന്നില്ല. ഇവിടെ നമ്മുടെ ഒറ്റ വിഷയമുള്ളൂ. MLA സ്ഥാനം രാജിവെക്കണം എന്ന് നിരന്തരം ആവശ്യപ്പെട്ടവർ ഇപ്പോൾ പറയാ MLA ആയിട്ട് വരാൻ യോഗ്യതയുണ്ടെന്ന്. അപ്പോൾ അന്ന് ആവശ്യപ്പെട്ടത് എന്തിനാ? അപ്പൊ ഇപ്പോഴും പറയേണ്ട രാജിവെക്കണമെന്നല്ലേ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നത് CPM. നിങ്ങൾ രാജിവെപ്പിച്ചില്ലല്ലോ കോൺഗ്രസ്. രാജിവെക്കണം എന്ന് CPM ആവശ്യപ്പെടാം, അത് രാഷ്ട്രീയമായ ആവശ്യമാണ്. രാജിവെക്കാത്തിടത്തോളം കാലം നിയമസഭയിൽ വരാം. അതല്ലേ സത്യം. അതാണ് സത്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം കോൺഗ്രസിലില്ല, പാർലമെന്ററി പാർട്ടിയോ എന്തുകൊണ്ട് രാജിവെപ്പിച്ചില്ല എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നത് കോൺഗ്രസ് ആണ്, CPM അല്ല. CPM പറയാനേ പറ്റൂ. CPM അംഗമല്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ. അല്ല ഡോക്ടർ അരുൺകുമാർ ഇപ്പോൾ ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നില്ല. എനിക്ക് സംസാരിച്ചത്, പക്ഷേ ഈ വിഷയത്തിൽ അങ്ങ് പറഞ്ഞതിന്റെ ആ വാദത്തിന്റെ ദൗർബല്യം കാണിച്ചതാ. അല്ല, ദൗർബല്യമല്ല. കാരണം എന്താ വെച്ചാൽ ഇനി രാജിവെക്കുകയോ വെക്കാതിരിക്കുകയോ അദ്ദേഹം കോൺഗ്രസിൽ ഇല്ലല്ലോ. ഡോക്ടർ അരുൺകുമാർ കോൺഗ്രസിൽ ഇല്ലാത്ത ഒരാളെ എങ്ങനെയാ കോൺഗ്രസ് രാജിവെപ്പിക്കുക? അദ്ദേഹം കോൺഗ്രസിൽ അദ്ദേഹത്തിന് രാജിവെക്കാം, വെക്കാതിരിക്കാം, സഭയിൽ പോകാം, പോകാതിരിക്കാം. പക്ഷേ സെപ്റ്റംബർ 25 വർദ്ധിത തിരിച്ചു വരും. ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള നടപടി നോക്കൂ ഡോക്ടർ അരുൺകുമാർ, അതായത് ഒരാളെ സസ്പെൻഡ് ചെയ്യുന്നതിന് കാലാവധി പറയാത്രത്തോളം കാലം അയാൾ പാർട്ടിയിലില്ലെന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരും കോൺഗ്രസ് അനുഭാവികളും എന്നെ പോലുള്ള സഹയാത്രികളും അത് അംഗീകരിക്കും. ഇപ്പോൾ CPMൻ്റെ സെക്രട്ടറി ഇങ്ങനൊരു കാര്യം പറഞ്ഞാൽ CPM ഒരുപക്ഷെ അംഗീകരിച്ചിരിക്കില്ല. കാരണം കാലം മാറിപ്പോയി. പഴയ CPM ആണെങ്കിൽ ഇന്ന് DYFIയുടെ ജില്ലാ സെക്രട്ടറി, അത് ഇപ്പോഴും ജില്ലാ സെക്രട്ടറി ആണെന്നാണ് എൻ്റെ അറിവ്. ജില്ലാ സെക്രട്ടറി പറയോ? അപ്പൊ അത് പഴയ പാർട്ടിയാ. എല്ലാ ബഹുമാനത്തോടും ചോദിക്കുക, എത്ര നാളത്തേക്കാ നടപടി? എത്ര നാളത്തേക്കാ ഒന്ന് പറയാമോ? ഒരു കുറിപ്പ് കൊടുക്കാൻ
ഒരു പ്രസ് റിലീസ് കൊടുക്കാൻ പറ്റാത്ത പാർട്ടിയായിട്ട് അധംപതിച്ചല്ലോ നിങ്ങളുടെ പാർട്ടി. ന്യായീകരിക്കുമ്പോൾ ഒരു മര്യാദയൊക്കെ വേണ്ടേ? മര്യാദ. അനിശ്ചിതകാല അല്ല എവിടെ നിങ്ങളുടെ ഭരണഘടന സെപ്റ്റംബർ 25 പുറത്തു വരും. നിയമസഭാ സമ്മേളനം തുടങ്ങുന്നത് 15-ാം തീയതി. 10 ദിവസത്തിനുള്ളിൽ കോൺഗ്രസ് അംഗമായി തിരിച്ചു വരും. ശരി അല്ല ശ്രീകുമാർ, കോൺഗ്രസ് അംഗമായി അദ്ദേഹം തിരിച്ചു വരും. അനിശ്ചിതകാലത്തേക്ക് എന്ന് പറഞ്ഞ് കോൺഗ്രസിൽ ഒരു സസ്പെൻഷൻ സാധ്യമാണോ ശ്രീകുമാർ? പരമാവധി 1 മാസം വരെയല്ലേ? തീർച്ചയായിട്ടും അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരാം അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അല്ല, അനിശ്ചിതകാലമാണെങ്കിൽ അദ്ദേഹത്തിന് അല്ല ഒരു നിമിഷം സാർ, 1 മാസത്തിൽ കൂടുതലാണ് സസ്പെൻഷൻ എങ്കിൽ അനിശ്ചിതകാലത്തേക്കാണെങ്കിൽ അദ്ദേഹത്തിന് പദവികളിൽ നിന്ന് രാജിവെക്കേണ്ടി വരില്ലേ? അതായത് കോൺഗ്രസിന്റെ ഒരു പദവിയിലും അദ്ദേഹമില്ല, കോൺഗ്രസ് വേദികളിൽ അദ്ദേഹമില്ല. അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്നും മാറ്റിയിരിക്കുന്നു. ഡിസ്മിസിൽ അല്ലെന്ന് മാത്രം. കാരണം ഡിസ്മിസിലാണെങ്കിൽ ഭരണഘടനാപരമായ കാര്യങ്ങൾ നോക്കണം. കാരണം അല്ലെങ്കിൽ കോടതിയിലൊക്കെ പോകാൻ പറ്റും. അപ്പോൾ സസ്പെൻഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഡോക്ടർ അരുൺകുമാർ ഉൾപ്പെടെയുള്ളവർ, അഭിപ്രായ സ്വരൂപകർ, ജനങ്ങൾ, പൊതുപ്രവർത്തകർ ഉൾപ്പെടെ CPM നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞ് ഇങ്ങനൊരു ആക്ഷേപം വന്നിട്ടുണ്ട്. ആ ആക്ഷേപം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്തതാ. ഇവിടെ അഡ്വക്കേറ്റ് അരുൺകുമാർ ഒരു കാര്യം പറഞ്ഞല്ലോ, നിങ്ങൾ ഗൂഢാലോചന നടത്തിയത് കോൺഗ്രസ് പറഞ്ഞിട്ടില്ല. അതാണ് കോൺഗ്രസിന്റെ അന്തസ്. CPM ഗൂഢാലോചന നടത്തിയെന്നോ മാധ്യമങ്ങൾ ഗൂഢാലോചന നടത്തിയെന്നോ കോൺഗ്രസോ KPC പ്രസിഡന്റോ പ്രതിപക്ഷത്തോ പറഞ്ഞിട്ടില്ല. മറിച്ച് അപ്പുറത്ത് അങ്ങനെയാണോ? അപ്പുറത്ത് ഏതെങ്കിലും ഒരു CPM കാരന്റെ ലൈംഗിക ആരോപണം പുറത്തു വരുമ്പോൾ ആദ്യം മാധ്യമങ്ങളെ പിടിക്കും, പിന്നെ കോൺഗ്രസിനെ പിടിക്കും. ആരെയും പിടിച്ചിട്ടില്ല. അന്തസ്സായിട്ട് നടപടിയെടുത്തു. അത് ഇവർക്കത് ഇവരുടെ പ്രത്യാശ തകർന്നു പോയി. ഡോക്ടർ അരുൺകുമാർ, ഇവരുടെ പ്രത്യാശ തകർന്നു പോയി. Debate with Dr. Arun Kumar.